ഹലോ ഹായ് ഫ്രണ്ട്സ്, എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമാണോ? അൽഹംദുലില്ലാ, ഞാനും ഫാമിലി സുഖമായിരിക്കണം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു സിമ്പിൾ മീൻകറിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. എന്നെപ്പോലെ മടിയുള്ളവർക്കൊക്കെ സിമ്പിളായിട്ട് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു മീൻകറിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ മീൻകറിക്ക് വേണ്ടത് വലിയുള്ളി, തക്കാളി, പച്ചമുളക്, കറിവേപ്പില ഒക്കെയാണ് കേട്ടോ. എന്താ മീൻ റെഡിയാക്കിയിരുന്ന തേങ്ങ ഞാനവിടെ ചിരവി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ മത്തിയാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഉള്ളി പിഴിഞ്ഞ് അരിച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഒരു ചട്ടി എടുത്തിട്ട്, മൺചട്ടി എടുത്തിട്ട് അതിലേക്ക് നമ്മുടെ സവാള, തക്കാളി, പച്ചമുളക് നേരത്തെ കട്ട് ചെയ്ത് വെച്ച എല്ലാ ഐറ്റംസും ഇട്ട് കൊടുക്കുക കേട്ടോ. തീ കത്തിക്കുന്നതിന് മുമ്പ് നമ്മൾ ചട്ടിയിലിട്ടിട്ട് എല്ലാം ഇതിലേക്ക് ഇട്ട് വെക്കണം. എന്നിട്ട് കൈയും കൊണ്ട് നന്നായി നേരടി പിഴിഞ്ഞ് അതിൻ്റെ സോഫ്റ്റ് ആക്കണം കേട്ടോ. ഉപ്പിട്ടിട്ട് നന്നായിട്ട് നമ്മുടെ കൈ വെച്ചിട്ട് തന്നെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ഈ പച്ചമുളകിനെയും തക്കാളിനെയും വലിയുള്ളി മീൻസ് എളുപ്പപ്പണി പറയാൻ കാരണം ചെറിയ ഉള്ളി ആണെങ്കിൽ ഒന്നും കൂടെ ബെറ്ററാണ് കേട്ടോ. ഞാൻ തൊലിക്കാനുള്ള മടി കൊണ്ട് സവോള എടുത്തതാണ്. അതാണ് ഞാൻ ആദ്യം പറഞ്ഞത് മടിയുള്ളവർക്കുള്ള മീൻ കറിയാണ് എന്ന് പറഞ്ഞത് കേട്ടോ. കൈ കൊണ്ട് ഇതേപോലെ നന്നായി എടുത്തിട്ട് ഇനി കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഒഴിക്കണം കേട്ടോ. അതിലേക്ക് ഒരു പൊട്ട് വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചും കൊണ്ട് നന്നായി ഒന്നും കൂടെ മിക്സ് ആക്കണം. നമ്മൾ എത്രത്തോളം മിക്സ് ആക്കണോ അത്രത്തോളം കറിൻ്റെ ടേസ്റ്റ് വരും കേട്ടോ. എന്നാലാണ് അടുപ്പിൽ കിടന്നിട്ട് ഈ മിക്സൊക്കെ കൂടി മൊത്തത്തിലൊന്ന് നല്ലോണം സെറ്റായി വരുമ്പോൾ അടിപൊളി ടേസ്റ്റാണ്. എന്നിട്ട് ഈ പിഴിഞ്ഞ് വെച്ച പുളിവെള്ളം കൂടെ അതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് നന്നായി നമ്മുടെ കയ്യിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഉപ്പൊക്കെ പാത്രം ഉണ്ടോ നോക്കിയിട്ട് നന്നായി നന്നായിട്ട് ഇളക്കണം കേട്ടോ. കാരണം ഈ മസാലയും ഇതൊക്കെ പുളിവെള്ളത്തിലൊന്ന് നല്ലോണം മിക്സ് ആവാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് ഇതിന് ശേഷമാണ് കേട്ടോ നമ്മൾ അടുപ്പിലേക്ക് വെക്കേണ്ടത്. അടുപ്പിലേക്ക് വെക്കുന്നതിന് മുമ്പാണ് ചട്ടിയിലിട്ട് അതൊക്കെ ചെയ്യേണ്ടത് കേട്ടോ. എന്നിട്ട് 2 തണ്ട് കറിവേപ്പിലയും വെച്ച് കൊടുക്കുക. മല്ലിയില ഉണ്ടെങ്കിൽ മല്ലിയില ഇടാം കേട്ടോ. എൻ്റെ കയ്യിൽ മല്ലിയില ഇല്ല, അതുകൊണ്ട് ഞാൻ ഇടുന്നില്ല. എന്നിട്ട് പിന്നെ ഞാൻ വിറകടുപ്പിലാണ് കേട്ടോ വെക്കാറുള്ളത്. നമ്മുടെ വിറകടുപ്പിൽ ചട്ടി വെച്ച് നന്നായി ഒന്ന് കത്തിച്ച് നല്ലോണം തിളക്കണ വരെ വെയിറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഞാൻ അത് അടുപ്പിൽ കറിയൊക്കെ വെച്ചിട്ടുണ്ട്. ഇനി അത് മൂടി വെച്ച് നന്നായി തിളച്ച് വരട്ടെ. അപ്പോൾ അത് നമ്മുടെ കറി തിളച്ച് വന്നിട്ടുണ്ട്, നന്നായി തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി അതിലേക്ക് നമ്മൾ മീൻ ഇട്ട് കൊടുക്കണം. കഴുകി വൃത്തിയാക്കി വെച്ച മത്തി അതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്ന് ഇളക്കിയിട്ടൊന്ന് മിക്സ് ചെയ്യണം കേട്ടോ. മീനെല്ലാതും കറിയിൽ പെടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഒക്കെ ഒന്ന് മീനിൻ്റെ മേലെ കൂടെ മസാലകളൊക്കെ ഒന്ന് ആക്കി കൊടുത്തും കൊണ്ട് വീണ്ടും ഒന്ന് അടച്ച് വെക്കുക കേട്ടോ. മീനിട്ട് ഒരു 2 മിനിറ്റ് കഴിഞ്ഞത് നമ്മൾ തേങ്ങയും കൂടെ ഒഴിച്ചു കൊടുക്കണം. പിന്നെ മൂടി വെച്ചിട്ടുണ്ട്. നമ്മൾ അരച്ച് വെച്ച തേങ്ങ ഉണ്ടല്ലോ, അത് ഈ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കണം കേട്ടോ. അപ്പോൾ ലാസ്റ്റേക്ക് ഈ കറിയും ഈ തേങ്ങയും തിളക്കും, മീനും വേവും കേട്ടോ. ഒരേ വേവായിരിക്കും. ഇനി രണ്ടും കൂടി നല്ലോണം ഒന്ന് തിളച്ച് വരട്ടെ. അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മളെ കറി തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ മീനും തേങ്ങയും അതിൻ്റെ അരപ്പുമെല്ലാം തിളച്ച് വന്ന് നല്ല സെറ്റായിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതിലേക്ക് വറവിട്ടെടുക്കണം. ചെറിയ ഉള്ളി ഇട്ടിട്ട് വറവിട്ടെടുക്കണം. അപ്പോൾ കറി ഞാൻ ഇറക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ചെറിയ ഉള്ളി ഇട്ടിട്ട് കറി വറവിട്ടെടുക്കണം. ചെറിയുള്ളിയും കറിവേപ്പില ഇട്ടോ. പക്ഷേ ഞാൻ ഓൾറെഡി നേരത്തെ കറിവേപ്പില ഇട്ടത് കാരണം ഞാനിനി കറിൻ്റെ മേലെ ഇടണുള്ളൂ, എണ്ണയിൽ ഇടണില്ല കേട്ടോ. അപ്പോൾ ഒരു പൊട്ട് മുളക് പൊടി ഇട്ടിട്ടുണ്ട്, ജസ്റ്റ് ഒരു കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അത് നമ്മൾ താളിച്ചത് കറിയിൽ ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ നമ്മുടെ മീൻകറി ഇവിടെ സിമ്പിളായിട്ടുള്ള മീൻകറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ട്രൈ ചെയ്യാത്തവരാണ് ഇതുപോലെ ഒന്ന് മീൻകറി ട്രൈ ചെയ്ത് നോക്കുകൊണ്ടു. അപ്പോൾ കറി ഇതാ സൂപ്പർ അടിപൊളി മത്തിക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മേലെ ഒരു തണ്ട് കറിവേപ്പിലയും കൂടെ വെച്ചാൽ അടിപൊളി. മേലെ കുറച്ച് മല്ലിയിലയും കൂടെ ഇട്ട് കൊടുത്താൽ അതിക്കും മേലെ സൂപ്പർ. അതിൻ്റെ മല്ലിയില ഇല്ല കേട്ടോ. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. കണ്ടാൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്.